എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ജാഗരിക്കുക, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക എന്നീ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? വേദപുസ്തകത്തിൻ്റെ അകത്ത് ദൈവം ഉപയോഗിച്ച ദൈവഭക്തന്മാരെല്ലാവരും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചവരാണ്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ താഴോട്ട് വരുമ്പോൾ, 6-ാം മണി നേരത്തെ യോപ്പയിൽ വെച്ച് പത്രോസ് പ്രാർത്ഥിക്കുവാനായിട്ട് വെൺമാടത്തിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥനയിൽ തനിക്ക് ഒരു ദർശനമുണ്ടാകുന്നു, വിവശതയുണ്ടാകുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പത്രോസിനോട് പറയുകയാണ്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ സംശയിക്കാതെ അവരോടൊപ്പം പോവുക. 10-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുവാനായിട്ട് സമയം വേർതിരിച്ചിരുന്നവനാണ് ദർശനമുണ്ടായത്. അവനോടാണ് ആത്മാവ് സംസാരിച്ചത്. ആ വ്യക്തിയാണ് ജാതികളുടെ ഇടയിലേക്ക് പിന്നീട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വലിയ ഓപ്പണിംഗ് പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായത് അതിനുശേഷമാണ്. നമുക്കറിയാം, പത്രോസ് ഒരു യഹൂദനായതുകൊണ്ട് തന്നെ ജാതികളുടെ വീട്ടിൽ പോവുകയോ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അത്തരത്തിലുള്ള ഒരു ജീവിത രീതിയായിരുന്നല്ലോ യഹൂദന്മാർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പത്രോസിന്റെ ചിന്താഗതികളെ തന്നെ പൊളിച്ചു മാറ്റിയ ഒരു സംഭവമാണ് പിന്നീട് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടക്കുന്നത്. അതായത് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജാതികളിലേക്ക് സുവിശേഷം പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ കാണുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ആരംഭം പത്രോസിനെ ദൈവം ഒരുക്കിയത് പ്രാർത്ഥന സമയത്താണ്. പ്രാർത്ഥനയിൽ തനിക്ക് ദർശനമുണ്ടാകുന്നു, പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവനോട് ആത്മാവ് സംസാരിക്കുന്നു, ധൈര്യത്തോടെ പോവുക. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആശയം ഇത് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കുവാൻ പോകുന്ന ദൈവപ്രവർത്തികളെ തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവം ആരെ ഉപയോഗിച്ചിട്ടുണ്ടോ അവരെ എല്ലാം പരിശുദ്ധാത്മാവ് പ്രാർത്ഥനകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങളെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കും. രാത്രിയുടെ വേളകളിലൊക്കെ നമ്മളെ തട്ടി ഉണർത്തും. അതിനെ ഒന്നും നമ്മൾ അവഗണിക്കരുത്. നമ്മൾ തോന്നലാണെന്ന് കരുതി അതിനെ അവഗണിക്കരുത്. ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ആദ്യം ചെയ്യുന്നത് നമ്മളെ പ്രാർത്ഥനാ മനുഷ്യന്മാരാക്കി, ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥനയിലൂടെ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കും. കാരണം പ്രാർത്ഥിക്കാത്ത ഒരുവന് ഒരിക്കലും പിശാചിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം പ്രാർത്ഥിക്കാതെ ദൈവം ഒരിക്കലും പ്രവർത്തിക്കത്തില്ല. പ്രാർത്ഥനകളിലാണ് ദൈവം ഇടപെടുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചിലരോടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഒന്ന്, വിശുദ്ധ ജീവിതത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പാപത്തെക്കുറിച്ചുള്ള ചില സന്ദേശങ്ങൾ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് കേട്ട് കാണുമല്ലോ. അതിനോടുള്ള ബന്ധത്തിൽ കൂടുതൽ സന്ദേശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. എങ്ങനെ നമുക്ക് പാപങ്ങളെ ജയിക്കാനായിട്ട് പറ്റും, നമ്മുടെ മേൽ വാഴുന്ന പാപങ്ങളെ എങ്ങനെ നമുക്ക് ജയിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ വിശുദ്ധിയുടെ ആ ഒരു പ്രാധാന്യത തിരിച്ചറിഞ്ഞ് ദൈവകൃപയിലേക്ക് വരുന്ന വ്യക്തി വചനം പഠിച്ചു കഴിയുമ്പോൾ അടുത്തതായി ചെയ്യേണ്ടത് അവൻ പ്രാർത്ഥനയിൽ ശക്തനായി തീരുക എന്നുള്ളതാണ്. ഇതൊരു സാധാരണ പ്രാർത്ഥനയാകരുത്, അസാധാരണമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രാർത്ഥനയായി നമ്മുടെ പ്രാർത്ഥനകൾ മാറേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ പ്രാർത്ഥനയാണ് ഒരു വ്യക്തിയെ ഒരുക്കുന്നത്. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഞാൻ സത്യസന്ധമായിട്ട് തുറന്നു പറയുകയാണ്, ഈ നാളുകളിലൊക്കെ പോകുന്നിടത്തും അനേക ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതും ദൈവം പ്രവർത്തിക്കുന്നതും ശുശ്രൂഷകളിൽ അവർക്ക് ജീവിത രൂപാന്തരം ഉണ്ടാകുന്നതും മാനസാന്തരം ഉണ്ടാകുന്നതും പാപബോധം ഉണ്ടാകുന്നതും ഈ എളിയവന്റെ ശുശ്രൂഷയിൽ അനേകർ അനുഗ്രഹം പ്രാപിക്കുന്നതും ഈ നാളുകളിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലരുടെയൊക്കെ കമൻറ്റുകൾ ഈ യൂട്യൂബിൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ട്. അപ്പം
അതിൻ്റെ പിറകിലുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ആരോടും പറയാത്ത കുറച്ച് രഹസ്യങ്ങളുണ്ട്. കുറച്ചധികം മാസങ്ങളായി ഞങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗപ്രകാരം വേർപെട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ദൈവം നമ്മുടെ ശുശ്രൂഷയുടെ വഴികളെ ദൈവം വ്യത്യസ്തമായ തലങ്ങളിൽ തുറക്കാനായിട്ട് തുടങ്ങിയത്. പലയിടത്തും ദൈവം നമുക്ക് വേണ്ടി ഓപ്പണിങ്ങുകൾ ചെയ്യുന്നത് മനസ്സിലായി. പോകുന്നിടത്ത് ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നത് മനസ്സിലായി. മെസ്സേജുകളിലൂടെ ദൈവം സംസാരിക്കുന്ന ഒരു ഫീലിംഗ് ജനത്തിനുണ്ടാകാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാനതാണ് ഞാൻ പറഞ്ഞത്, ഈ അടിയൻ ഏഴകളെ മാത്രമല്ല, നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒന്നാമത് ചെയ്യുന്നത് ആ വ്യക്തിയെ പ്രാർത്ഥനാ മനുഷ്യരാക്കി തീർക്കും എന്നുള്ളതാണ്. രാത്രിയുടെ യാമങ്ങളൊക്കെ മണിക്കൂറുകൾ നീളുന്ന പ്രാർത്ഥനയിലേക്ക് ദൈവം നമ്മളെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കി കൊണ്ടുപോകുമ്പോൾ, ആ പ്രാർത്ഥനാ ടൈമുകളെ അവഗണിക്കാതെ മുഴങ്കാലിലിരുന്ന് കരയാൻ, പ്രാർത്ഥിക്കാൻ, ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ വരുന്ന ആളുകളിൽ അത്ഭുതങ്ങളുടെയും വലിയ ദൈവപ്രവർത്തികളുടെയും ദിവസമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. എന്തിനാണ് ദൈവം ഒരു വ്യക്തിയെ പ്രാർത്ഥനയിലൂടെ ഒരുക്കുന്നത്? ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്കത് വ്യക്തമാക്കി തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ കാവൽ കാക്കുന്ന സുരക്ഷാ സൈനികരുണ്ട്. ഈ സുരക്ഷാ സൈനികർ എങ്ങനെയാണ് ആ സ്ഥലത്തേക്ക് എത്തിയത്? ഏതെങ്കിലും ടൗണിൽ ചുമ്മാ കാപ്പിയും കുടിച്ച് ചായയും കുടിച്ച് വെറുതെ ഇരിക്കുന്ന ഒരുത്തനെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് സൈന്യം ഇന്ത്യയുടെ അതിർത്തികളിൽ കാവൽക്കാരായി നിയമിക്കത്തില്ല. എന്താ കാരണം? ചുമ്മാതിരിക്കുന്ന ആരെയെങ്കിലും വയറും ചാടി ഓടാനും വയ്യ നടക്കാനും വയ്യാത്ത ഒരുത്തനെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തി AK-47 ഒക്കെ എടുത്ത് പൊക്കി ഉന്നം പിടിച്ചു വരുമ്പോഴേ എതിർ സൈന്യം നിറുകയ്ക്ക് വേടി ഒഴിച്ചിട്ട് ജീവിതം അവസാനിപ്പിച്ചു കളയും. അതുകൊണ്ട് എന്താണ് ഒരു രാജ്യം ചെയ്യുന്നത്? ഒരു രാജ്യം ഒരു സൈനികനെ ചിട്ടയായ അച്ചടക്കത്തോടുകൂടിയുള്ള കായിക അഭ്യാസങ്ങളിലൂടെ, ട്രെയിനിങ്ങുകളിലൂടെ അവന്റെ ശരീരത്തെയും മനസ്സിനെയും പ്രിപ്പയർ ചെയ്ത് അവനെ ഒരു നല്ല പടയാളിയാക്കി മാറ്റുന്നു. എന്ന് പറഞ്ഞതുപോലെയാണ് പ്രാർത്ഥന ഒരു മനുഷ്യനെ, ദൈവത്തിന് സ്തോത്രം, പടയാളിയാക്കി മാറ്റുകയാണ്, ശക്തനാക്കി മാറ്റുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവശക്തി സംഭരിക്കുകയാണ്. യേശുവിൻ്റെ പകലത്തെ ശുശ്രൂഷകളുടെ ഒക്കെ വിജയം രാത്രിയിൽ പിതാവിനോടുകൂടി മണിക്കൂറുകൾ സഹവാസം ചെയ്ത പ്രാർത്ഥനകൾക്ക് ശേഷമാണ് യേശു പലതും ശുശ്രൂഷകൾ ചെയ്തത്. കാൽവറി ക്രൂശിൽ തൻ്റെ ശിഷ്യന്മാരെല്ലാവരും തന്നെ വിട്ടിട്ട് ഉപേക്ഷിച്ചു പോയപ്പോഴും ഒറ്റയ്ക്ക് പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ യേശുവിന് കഴിഞ്ഞത് ഗത്സമനിയിൽ കവിണു വീണുള്ള ഒരൊറ്റ പ്രാർത്ഥനയ്ക്കകത്ത് താൻ സംഭരിച്ച ശക്തിയാണ്. അപ്പോൾ പ്രാർത്ഥന നമുക്ക് ശക്തി പകരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, പ്രാർത്ഥന അത്ഭുതങ്ങളുടെ വാതിൽ തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന. ദൈവശബ്ദം കേൾക്കുവാനുള്ള സമയമാണ് പ്രാർത്ഥന. പത്രോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പത്രോസിന്റെ പ്രാർത്ഥനയിലാണ് ദൈവിക ദർശനം തനിക്കുണ്ടായതും ആത്മാവ് തന്നോട് സംസാരിക്കുന്നത് കേൾക്കാനും തനിക്ക് കഴിഞ്ഞത്. വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴെങ്കിലും ചിലരുടെ മനസ്സിലെങ്കിലും എനിക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കണം, എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിനോടുകൂടെ ചേർന്ന് നിൽക്കണം എന്ന് ആഗ്രഹിക്കുകയും ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദിവസങ്ങളിൽ കൊണ്ടുപോവുകയും ദൈവം നമ്മളെ ആക്കുന്ന സ്ഥലങ്ങളിൽ നാം ഉപയോഗിക്കപ്പെടുവാനിടയായി തീരുകയും ചെയ്യട്ടെ. 2-3 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഈ സന്ദേശം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. നമ്മൾ മർത്യശരീരത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, പാപം പാപിയെ ബന്ധനസ്ഥനാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു വ്യക്തി പാപത്തിൽ നിന്ന് വിമോചനം നേടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ ആ മരണത്തിലൂടെ നമുക്ക് കിട്ടിയ ആ ഒരു ജയത്തിലൂടെയും 2 പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെയുമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. എന്താണ് നമ്മുടെ ബലഹീനത? മനുഷ്യൻ ലിമിറ്റഡ് നോളജ് ഉള്ളവനാണ്. എൻ്റെ ചർച്ചിലെ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ട്. സ്ഥിരമായുള്ള പ്രാർത്ഥനയിൽ ഒരു 100, 120, 130 പേരോളം നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ട്.
അവർക്ക് വേണ്ടി ആർക്കൊക്കെ വേണ്ടി എന്തെല്ലാം പ്രാർത്ഥിക്കണമെന്നുള്ളത് മാനുഷിക ബുദ്ധിക്കകത്ത് പരിമിതികളുള്ള എന്നെ കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടുന്നത് എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെ അറിയാവുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അതറിയാവുന്നവർ ചുരുക്കമാണ്. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അതായിരിക്കത്തില്ല പ്രാർത്ഥിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയുടെ രീതിയെ മാറ്റി ചില വ്യക്തികളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു നിയോഗത്തിലേക്ക് ദൈവം നമ്മളെ എത്തിക്കും. പിന്നീട് നമുക്ക് മനസ്സിലാകും ആ പ്രാർത്ഥന, ആ ടൈമിലെ പ്രാർത്ഥന അത്യന്താപേക്ഷിതമായിരുന്നുവെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇത് ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയല്ല, ഇത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനും നിയന്ത്രണത്തിനും വിധേയപ്പെട്ടുള്ള പ്രാർത്ഥനയാണ്. ജഡത്തിന്റെ ബലഹീനതകൾക്കപ്പുറം വേണ്ടും വണ്ണം പ്രാർത്ഥിക്കുവാൻ നമുക്കറിയാതെ ഇരിക്കുമ്പോൾ വേണ്ടും പോലെ നമ്മളെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്നത് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ്. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ കുറച്ച് അർത്ഥങ്ങൾ നിങ്ങൾ തന്നെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. വേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ അറിയാതെ ഇരിക്കുമ്പോൾ ശരിയായ പ്രാർത്ഥനയിലേക്ക് നമ്മളെ വിടുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ഒരുപാട് എഫക്റ്റീവായിരിക്കും. ബുദ്ധിയുടെ തലങ്ങളിൽ നിന്ന് മാറി ആത്മാവിലുള്ള പ്രാർത്ഥനയായി മാറട്ടെ. ചിലരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, ഈ റെക്കോർഡഡ് ഓഡിയോ ട്രാക്കൊക്കെ പ്ലേ ചെയ്യുന്നത് പോലെയാണ്. 5 കൊല്ലം മുമ്പത്തെ പ്രാർത്ഥനയും ഇന്നത്തെ പ്രാർത്ഥനയും ഒരു മാറ്റവും ഇല്ല. അത് വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അപ്പച്ചനെ അനുഗ്രഹിക്കണേ, അമ്മച്ചി അനുഗ്രഹിക്കണേ, ചേട്ടായി അനുഗ്രഹിക്കണേ, ചേച്ചി അനുഗ്രഹിക്കണേ, നാട്ടുകാരെ അനുഗ്രഹിക്കണേ, അപ്പുറത്തെ വീട്ടിലെ അച്ഛനെ അനുഗ്രഹിക്കണേ, പാസ്റ്ററെ അനുഗ്രഹിക്കണേ, ഇന്നയാളെ അനുഗ്രഹിക്കണേ. റെക്കോർഡഡാണ്. എന്നും വാചകത്തിന് മാറ്റമില്ല, വാക്കുകൾക്ക് മാറ്റമില്ല. പ്രാർത്ഥിക്കുന്നവന് പോലും അറിയത്തില്ല ചില സമയത്ത് എന്താണ് പ്രാർത്ഥിക്കുന്നത്. അതല്ല ആത്മാവിലെ പ്രാർത്ഥന. ആത്മാവിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനം ഈ 18-20 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുക. എന്താണതെന്ന് നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പ്രാർത്ഥിക്കുക. അതിനെയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ സർവായുധ വർഗത്തെക്കുറിച്ചുള്ള വിവരണം കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്ന വാക്കുകൾ 6-ന്റെ 18-ാമത്തെ വാക്കുകൾ ഇങ്ങനെയാണ്: ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക. ദൈവത്തിന് സ്തോത്രം. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാറുണ്ടോ? ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ആരംഭത്തിൽ പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച പത്രോസിനെ പോലെയുള്ളവരോടാണ് ദർശനം കാണിച്ചു എന്ന് മാത്രമല്ല, ദർശനത്തിന്റെ അർത്ഥം ആത്മാവ് പറഞ്ഞു, നിന്നെ അന്വേഷിച്ച് പുരുഷന്മാർ വരുന്നുണ്ട്, വൈമനസ്യമൊന്നും വേണ്ട, ധൈര്യത്തോടുകൂടി അവരോടുകൂടെ പോക എന്ന് പറഞ്ഞാൽ കണ്ടോ, കൃത്യമായിട്ട് ദൈവാത്മാവ് ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന് കണ്ടോ, കറക്റ്റായ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് കണ്ടോ. അതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന ശരിയായ വഴികളിലേക്ക് നമ്മളെ എത്തിക്കും. അതിനായിട്ട് നമുക്ക് കഴിയട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ദൈവത്തിന് സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വളരെ ശക്തരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ കൃപ കൊടുക്കണം. അവരെല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ.